everyone, ഇന്നത്തെ വീഡിയോയിൽ എക്സ്പൊണന്റ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് എക്സ്പൊണന്റ് റിലേറ്റഡ് ആയിട്ട് കുറേ ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. പവർ വരുന്ന നമ്പേഴ്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക, എന്താണ് നെഗറ്റീവ് എക്സ്പൊണന്റ്, അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പൊണന്റ് എന്താണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 4 to the power 5 അല്ലെങ്കിൽ 4 raised to 5 ഇങ്ങനെയാണ് ഇത് വായിക്കുക. ഇതിൽ 4 എന്ന് പറയുന്നത് ബേസ് ആണ് ആൻഡ് 5 എന്ന് പറയുന്നതാണ് എക്സ്പൊണന്റ്. അപ്പോൾ എക്സ്പൊണന്റ് നമുക്ക് എന്താണ് പറഞ്ഞു തരിക? ഈ 4നെ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് എക്സ്പൊണന്റ് പറഞ്ഞു തരുന്നത്. സോ ദാറ്റ് ഇസ് an exponent tells us how many times to use base as a factor. അപ്പോൾ ഇവിടെ 4 to the power 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 times 4 times 4 times 4 times 4 എന്ന് എഴുതാം, right? So it's like repeated multiplication. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 5 to the power 3. ഇവിടെ 3 ആണ് എക്സ്പൊണന്റ്, 5 ആണ് ബേസ്. അപ്പോൾ 5നെ നമ്മൾ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? 5 into 5 into 5, right? So എക്സ്പൊണൻസ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് എന്തിനാ? ലാർജ് നമ്പേഴ്സിനെയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാനാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ 56 മില്യൺ എന്നുള്ള ഈ നമ്പർ നമ്മൾ എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര വലുതാണ് അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് ഷോർട്ട് ആയിട്ട് എങ്ങനെ എഴുതാം? 5.6 times 10 to the power 7 എന്ന് എഴുതാം. ഓക്കെ, സോ ഇങ്ങനെ ഷോർട്ട് ആയിട്ട് എഴുതാനൊക്കെയാണ് നമ്മൾ എക്സ്പൊണൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പൊണന്റ് എന്താണ്, എക്സ്പൊണന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നെഗറ്റീവ് എക്സ്പൊണന്റ് എന്താന്ന് നോക്കാം. Till then, bye.